ലമയൂരിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മൊനാസ്ട്രി 11th സെഞ്ച്വറിയിൽ സ്ഥാപിക്കപ്പെടും. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മൊനാസ്ട്രി കൂടിയാണിത്. ഇന്ത്യൻ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു മഹാസിദ്ധ നരോപ്പ ആണ് 11th സെഞ്ച്വറിയിൽ ഈ ഒരു മൊനാസ്ട്രിയുടെ സ്ഥാപകൻ. ക്യൂട്ടി ക്യൂട്ടി ആണ്. ഓക്കെ, ചെറുപ്പത്തിലെ സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് ഹിന്ദി പഠിച്ചിട്ടില്ല, നേപ്പാളി മാത്രമേ അറിയുള്ളൂ അല്ലേ? ഞാൻ പറയുന്ന പുള്ളിക്കാരി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഷീ സോ ക്യൂട്ട്. ഒരുപാട് കാര്യങ്ങള് പുള്ളിക്കാരിക്ക് പറയാനുണ്ട്, പക്ഷെ ഞങ്ങക്ക് ഭാഷ മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. വർഷത്തില് ലൂണാർ കലണ്ടർ പ്രകാരമുള്ള 2 വിശേഷ ദിവസങ്ങൾ ഒരു മാസ്ക്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഇവിടെ നടത്തി വരാറുണ്ട്. ചുറ്റുപാടുമുള്ള മറ്റുള്ള കോമ്പാസിന്, അതായത് മറ്റുള്ള മൊനാസ്ട്രീസ് എന്നുള്ള മോങ്സും ഇവിടെ വന്നിട്ട് ആ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 150ഓളം മോങ്സ് ആണ് ഇപ്പം ഇവിടെ താമസമുള്ളതെന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷെ ഞങ്ങൾ ആരും പുറത്ത് കണ്ടൊന്നുമില്ല കേട്ടോ. ഇതാണ് one of the largest and oldest monastery. And one more thing is there. Moonland. ആ കാണുന്നതാണ് മൂൺലാൻഡ്. ഈ ഒരു സോയിൽ കൺസിസ്റ്റൻസിയും മൂണിലെ സോയിൽ കൺസിസ്റ്റൻസിയും ഒരുപോലെ ആണെന്ന് ഇതിനു മുമ്പ് താമസിച്ചെടുത്ത് ഒരു ചേട്ടൻ ലമയൂരിലേക്കാണ് പോണേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു തന്നിരുന്നു. അതിനെപ്പറ്റി എനിക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഈ മലകൾക്കിടയിൽ ഈ ഒരു മല മാത്രം നമ്മൾ മൂണിൽ ലാൻഡ് ചെയ്ത പോലെ ഇരിക്കും. സീ, ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ എന്നും വരാറുണ്ട് കേട്ടോ. കൂടുതലും ഫോറിനേഴ്സാണ് ഇവിടെ വരാറുള്ളത്. ആൻഡ് വിസിറ്റേഴ്സിന് അങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. എൻട്രി ഫീസ് ഒരു 50 rupees ഉണ്ട്, അത്രയേ ഉള്ളൂ. അമ്മര് ഭയങ്കര നാണക്കാരാട്ടോ. ഇന്നലെ എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാനൊക്കെ കൂടി മൈൻഡ് ചെയ്യാണ്ട് പോവുക. നമ്മളങ്ങനെ തിരിച്ച് ലമയൂർ മൊനാസ്ട്രി ഒക്കെ കണ്ട് ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്ത് തിരിച്ച് ഇനി ലേയിലേക്ക് പോവുകയാണ്. ഇനി അവിടെ നിന്നായിരിക്കും നമ്മൾ അടുത്ത ട്രിപ്പ് നാളെ തുടങ്ങും. See you. ഇത് കുത്തു. അതിസാഹസികമായ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഉള്ള പർച്ചേസിലാണ് ഞങ്ങൾ. ഡിസ്പ്ലേ ഒക്കെ കണ്ട് കയറിയതാ. എങ്ങനെയാണ് ഞാൻ നോക്കട്ടെ. നൈസ്. 1800 രൂപ അത്രേ. നമ്മൾ ആദ്യം ഇട്ടു നോക്കിയതിന് 8500 രൂപയാ. 1800 രൂപ അല്ല. ഞാൻ ആ സാധനം നാട്ടിൽ കൊണ്ട് എവിടെ ഇടാനാ?